ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജ് ഫ്രൈഡ് റൈസ് ആണ്. അതിലേക്ക് വേണ്ട ചേരുവകൾ ഇപ്പം മമ്മി പറഞ്ഞു തരും. മോനെ, ഇത് 3 സവോളയാണ് നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു കാബേജിൻ്റെ ഒരില എടുത്താൽ മതി, അത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചപ്പട്ടാണി 2 സ്പൂണ്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ഉരുളക്കിഴങ്ങും ചെറുതായി കനം കുറച്ച് അരിയണം കേട്ടോ. പിന്നെ ബീൻസ് അതൊരു 7 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിങ്ങനെ നീളത്തിലരിയണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് 1 സ്പൂൺ വെച്ച് മതി, രണ്ടും ഈക്വലായിട്ട് എടുത്താൽ മതി. 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല. പിന്നെ ഇത് സാജീരകമാണ്, അത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ തൈര്, പിന്നെ വെളിച്ചെണ്ണയുണ്ട്, ഡാൽഡയുണ്ട്, ഉപ്പ്, പിന്നെ മല്ലിയില, പുതിനയില. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. എല്ലാവർക്കും എല്ലാം ഇതിങ്ങനെ ഇഷ്ടമാകണമെന്നില്ല അതിൻ്റെ ടേസ്റ്റൊക്കെ. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം എന്ത് സാധനങ്ങളും. ഞാനിപ്പോൾ ഇത് സാധാരണ ഉണ്ടാക്കുന്ന ഒരു അളവ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ആദ്യം സവോള വഴട്ടാം. അപ്പം എണ്ണ ഒഴിക്കാം. എത്ര എണ്ണ മമ്മി? 2 സ്പൂൺ എണ്ണ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇതിന് ഡാൽഡ ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം. ഈ റൈസ് വേവിക്കാൻ വേണ്ടി ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് സാജീരകം ഇടുവാണ്. ഒരു പിഞ്ച് മതി. 1 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 4 ഏലക്ക. നമുക്ക് ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത്, അത് നേരത്തെ കുതിർത്ത് കഴുകി വരി വെച്ചിരിക്കുന്നതാണ്. ഇത് ബസ്മതി റൈസാണ് കേട്ടോ, ഞാനത് പറയാൻ മറന്നുപോയതാണ്. ഇതൊന്ന് ഇളക്കിയിട്ട് ഈ വെള്ളത്തിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, നമ്മുടെ പാകത്തിന് ഉപ്പ് ചേർക്കുക. ഇനിയിപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. 3/4 വേവേ പാടുള്ളൂ. ഒന്നരമായിട്ടുണ്ട്, അത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വേറെ സവാള വറക്കണം. അപ്പം അതിലേക്ക് ഞാൻ ഡാൽഡ ഉപയോഗിക്കുന്നത്. 1 സ്പൂൺ നെയ്യും കൂടെ ഇടുക. എന്നിട്ടും കിസ്മിസോ ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരിയതാണ്. ഇനി ഈ സവാള നമുക്ക് ഇത് 2 സവാളയാണ്. ഒഴിക്കുകയാണ്. അടുത്ത് നമുക്ക് ക്യാരറ്റ് ഇടാം. എല്ലാ പച്ചക്കറികളും ഒന്നിച്ചിട്ട് നമുക്ക് വഴറ്റാം. പച്ചമുളക് ഇട്ടില്ല. ഇത് ബീൻസ് 7 എണ്ണം. ഒരു ഉരുളക്കിഴങ്ങ് നിർബന്ധമില്ല കേട്ടോ. ഒരു തക്കാളി. ഇത് നമുക്ക് കുറച്ചും കൂടി ഉപ്പുനീര് ചേർക്കാം, എന്നാലും പെട്ടെന്ന് കിട്ടും. ഉപ്പ് പൊടി ചേർക്കാൻ എനിക്ക് ഉപ്പ് പൊടി അത്ര പരിചയമില്ല. ഞാൻ എപ്പോഴും ഉപ്പ് കലക്കി പഴയ രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. എൻ്റെ അമ്മച്ചിയൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പിള്ളേർക്കൊന്നും അവർക്ക് ഉപ്പ് പൊടിയായിരിക്കും ഇട്ട് പരിചയം. ഇത് ഏകദേശം 3/4 വേവായാലും മതി. ഇതും അപ്പോൾ അങ്ങനെ ഇത് ഏകദേശം ഒരു വഴന്ന് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ് ഇഞ്ചിയും 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടുതൽ ഈ ഒരു കറുവാപ്പട്ട, ഗ്രാമ്പു 4 എണ്ണം, 2 ഏലക്കായ, സാജീരകം ഞാൻ നേരത്തെ ഇടേണ്ടതായിരുന്നു മോനെ, മറന്നുപോയി. എന്താ ചെയ്യുക?
അതിൻ്റെ കൂട്ടത്തിൽ കുരുമുളക് പൊടി 1 സ്പൂണ്, 1 സ്പൂണ് കുരുമുളക് പൊടി, ഗരം മസാല 1 സ്പൂണ്, പുതിനയിലയും മല്ലിച്ചപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഈ സാഹചര്യം ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ സ്മെല്ലാണ്. എല്ലാവരും ഇത് ചേർക്കുന്നുണ്ടോ എനിക്കറിയില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഏതായാലും റൈസ് ഏകദേശം വെന്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് മമ്മി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ചോറ് വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഇതിലേക്ക് വെന്തല്ലോ മീൻ നന്നായിട്ട് വെന്തു അല്ലേ? ഇത് പാകമാണ്. വെന്ത് കുഴഞ്ഞു പോകണം നോക്കണം എപ്പോഴും. ഏകദേശം വെന്തല്ലേ? ഏകദേശം വെന്ത് ഒരു ചെറിയ മഞ്ഞളോ? ആ മല്ലിപ്പൊടി. ചെറിയ ഇതൊക്കെ വേണം. മുളക് പൊടി അല്ലേ? കാശ്മീരി ചില്ലി അല്ലേ? ഒരു കപ്പ് അല്ലേ? 1 കപ്പ് തൈര്. അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. 3/4 വേവ് മതി. പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പാത്രം നല്ലത്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ്, നമുക്ക് കുറച്ച് റൈസ് നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് റൈസ് ഇട്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് പച്ചക്കറി നമ്മൾ തയ്യാറാക്കി വെച്ച പച്ചക്കറി കുറച്ചിട്ടു. അതിനുശേഷം വീണ്ടും നമുക്ക് കുറച്ച് റൈസും കൂടെ മുകളിലേക്ക്. ഇനി വീണ്ടും ഇതുമല്ലേ? അതിങ്ങോട്ട് എടുത്തു. നമുക്കിത് ബാക്കി ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്മെല്ല് വരാൻ പറയാം. ദം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രൈഡ് റൈസ് ആയതുകൊണ്ടല്ലേ? നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. എല്ലായിടത്തും പൊരിച്ച റൈസിൻ്റെ നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? നമുക്കതിന് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാം. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച സവോളയും ഒത്തിരി ഒന്നുമില്ല, അങ്ങനെ കുറച്ച്. ഇപ്പോഴത്തെ നിങ്ങൾക്ക് മല്ലിയില നമ്മൾ മുട്ടടി ചേർത്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ഇവിടെ ഉള്ളൊരു അധികം താല്പര്യമില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അടിപൊളിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ഔട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.